അപ്പൊ ഗൈസ് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇനി അവിടെ എവിടെയെങ്കിലും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ തുടർച്ചയായിട്ട് അനുമോളും മനീഷുമായിട്ട് കുറച്ച് അടിപിടി കാര്യങ്ങളൊക്കെ ഈ ഓൺലൈനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ കടന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നടത്താനുണ്ടായ കാര്യം തന്നെ മൈ സ്ട്രീമേൻ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു ചെറിയൊരു അവാർഡ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവാർഡ് ഫംഗ്ഷൻ കൊടുത്തപ്പോൾ അനുമോള് നമ്മുടെ പ്രിയങ്കയുമായിട്ടാണ് അനീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ തുടർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അനീഷ് ഇട്ട ഒരു പോസ്റ്റ് ആണ് ഇപ്പൊ ഇതിനെല്ലാത്തിനും കാരണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു പിള്ളേർ തല്ലുപിടി കൂടുന്ന പോലെ അനീഷും അനിമോളും തമ്മിൽ തല്ലുപിടിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് വരാം. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2025 എന്നുള്ള അവാർഡൊക്കെയാണ് മൈൻ സ്ട്രീം അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്തിന്റെ ഒരു അവാർഡായിട്ട് ചുമ്മാ കൊടുക്കുന്ന ഒരു അവാർഡ് അത്രേ ഉള്ളൂ. അപ്പൊ അതിനാണ് ഇവര് മൂക്കളച്ചടി പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി ഉണ്ടായത്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് ഇവൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അനീഷ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ വിഷയമായിട്ടുള്ളത്. ആ പോസ്റ്റ് എന്താണെങ്കിലും അനിമോക്കങ്ങ് കൊണ്ടു വെച്ചാൽ ശരിക്കും കൊണ്ടു. അപ്പൊ അതൊരു വിഷയമായിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ അനീഷ് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കാണിക്കാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മെയിൻ സ്ട്രീം വൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിവൃത്തി തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് സിനിമകളിലൂടെ ഭാഗമായി അഭിനയിച്ച പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും എന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അനീഷ് ഏട്ടൻ. അപ്പൊ ഇതിനെന്താണ് ഒരു സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ വലിയ സംഭവം ഉള്ളതായിട്ടൊന്നും തോന്നില്ല. അപ്പം ഇവിടെ ഒരു നമ്മൾ ശരിക്കും നോക്കുകയാണ്, അനുമോളുടെ പൊസിഷൻ എടുത്ത് പറഞ്ഞെടുത്താണ് ഇവിടെ ഇതുള്ളത്. അനുമോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവർ രണ്ടുപേരും ലാലേട്ടനെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇരുന്നവരാണ് ആണല്ലോ. അപ്പൊ ഇവൻ എന്തുകൊണ്ട് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ അനുമോൾ എന്ന് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെയാണ് അനീഷിന്റെ ഈഗോ വർക്കിംഗ്. ഇവൻ കടുത്തൊരു ഈഗോ ആണെന്നുള്ള കാര്യം ഇതിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടും നന്നായി അനുമോൾക്ക് വോട്ട് ചെയ്തത് എന്തുകൊണ്ടും നന്നായി. കാരണം ഇതിൽ നിന്ന് വ്യക്തമാക്കുകയാണ് അനീഷ് ഒരു ഫേക്ക് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായിരുന്നു. അതായത് ഈ ഏഷ്യാനെറ്റിന്റെ അന്ന് ബിഗ് ബോസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ജന നമ്പ്യാർ ഒരു ഇന്റർവ്യൂ നടത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് ഇവരുടെ ബിഗ് ബോസുകാര് ഇവരെ സെലക്ട് ചെയ്യാൻ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പം എന്തിനെ റെപ്രസെന്റ് ചെയ്താണ് അനീഷ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ വിരുദ്ധത വെച്ചിട്ടാണ് അനീഷിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അതായത് മെറ്റേണിറ്റി ലീവ് പോലും ഒരു സ്ത്രീക്ക് പോലും കൊടുക്കരുത് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അഞ്ജന നമ്പ്യാർ അന്ന് എടുത്ത് പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടോ നമ്മൾ അറിയുന്നത്. അപ്പൊ എങ്ങാനും ഇവൻ ആ മെറ്റേണിറ്റി ലീവിന്റെ കാര്യം മെറ്റേണിറ്റി ലീവ് ഒരു കാരണവശാലും ഒരു സ്ത്രീക്കും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം അന്ന് ആ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആ വലിച്ചു കയറി 16 ഭിത്തിയിൽ ഒട്ടിക്കുമായിരുന്നു. ഒരു സംശയമില്ല. ഇവന്റെ എന്തോ ഭാഗ്യത്തിനാണ് ഇവൻ ആ സംഭവം അന്ന് അവിടെ പറയാതിരുന്നത്. അപ്പൊ എന്താണ് നമ്മളത് അറിയുന്നത് അഞ്ജന നമ്പ്യാരുടെ ഇന്റർവ്യൂ വഴിയാണ്. അപ്പൊ അവന്റെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കണം. അത് മാത്രമല്ല ഇവനന്ന് പക്ക ഫേക്ക് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേയില് എല്ലാവന്മാരും കൂടെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയ സമയത്ത് അനിമോളെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പറഞ്ഞാക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതിന് 2 ദിവസം മുമ്പാണ് ഇവന് അനിമോളെ പ്രപ്പോസ് ചെയ്തത്. നമ്മൾ എന്തായാലും ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു പെങ്കൊച്ചിനേല് അവൾ നോ പറഞ്ഞു. ഓക്കെ ശരി ഫൈൻ, എന്ത് തന്നെ ആയിക്കോട്ടെ. അതുപോലെ നമുക്ക് ഇഷ്ടമുണ്ട്, അവളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവളോട് അപ്രോച്ച് ചെയ്തപ്പം അവൾ നോ പറഞ്ഞു. പിന്നീട് അടുത്ത നിമിഷം കുറെ ആൾക്കാർ ഇവളെ ടാർഗറ്റ് ചെയ്യുന്നത് മുന്നിൽ ഒരിക്കലും ഒരു നല്ലൊരു വ്യക്തിയാണ് ഇവൻ കണ്ടോണ്ടിരിക്കത്തില്ല. തീർച്ചയായിട്ടും പ്രതികരിക്കും, ഏതൊരാണെങ്കിലും അത് പ്രതികരിക്കും. പക്ഷെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് തിരിഞ്ഞു പൊടി നോക്കില്ല. അത് അവന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പക്ക സ്ട്രാറ്റജി, പക്ക ഫേക്ക്. അന്ന് ഇവനെ മനസ്സിലാക്കിയതാണ്. ഇവൻ എങ്ങനെങ്ങാനും ഇവളെ അന്ന് അവർ വന്ന് അനിമോളെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു കാര്യമെങ്കിലും അനീഷ് തിരിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ടൈറ്റർ വിന്നറായിട്ട് അനീഷ് മാറുമായിരുന്നു. പക്ഷെ ഇവന്റെ മനസ്സിലുള്ള ഈഗോ, ദൈവം അത് ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാണിച്ചു തരുന്നതാണ്. ആ ഈഗോ ഇവനെ ഒരിക്കലും അനുവദിക്കത്തില്ല. ആ ഈഗോ ആണ് ഇവന് തിരിച്ചടിയായിട്ട് മാറിയത്. ഇപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് അടുത്ത ബിഗ് ബോസും വരാറായി. എന്നിട്ട് ഇവന്റെ ഈഗോ കളഞ്ഞിട്ടില്ല. ഗെയിമായിട്ട് എടുക്കണം. ഗെയിമായിട്ട് എടുക്കാതെ പോയിന്റ് ഒരു ഇതാണ് കാണുന്നത്. അപ്പൊ ഇത് അനിമോൾക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അനിമോൾ ചറ എന്നാണ് പോസ്റ്റും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കണ്ടപ്പം ആദ്യത്തെ ഒരു പോസ്റ്റ് വന്നു, ഇതെന്താ സംഭവം, അതെന്താ ഇനി രേണുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇനി 2ാമത്തെ പോസ്റ്റ് വന്നു. 3ാമത്തെ പോസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് സംഗതി ഇതെന്തുവാന്ന് മനസ്സിലായത്. അപ്പൊ എന്താണെങ്കിലും അനിമോളുടെ കുറച്ച് പോസ്റ്റ് ഉണ്ട്, ഇത് കൊണ്ടിട്ട് വന്ന പോസ്റ്റ് ഉണ്ട്. നമുക്കത് വായിച്ചു നോക്കാം.
അപ്പൊ ഇതാണ് അനുമോൾ ആദ്യമായിട്ട് പോസ്റ്റ്. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. വളരെ ശരിയാണ്. 100% ജീവൻ എന്ന് പറഞ്ഞ ഈഗോ, ഇത് പെണ്ണുങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ഈഗോ ഇല്ല. സാധാരണ നമ്മള് ഒരു നമ്മുടെ സൊസൈറ്റി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ കുശിപ്പ്, പെണ്ണുങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു ഇത് പറയുന്നുണ്ട്. അത് ശരിയല്ല. എന്നാൽ പോലും ഇവിടെ അനീഷിന്റെ കേസിൽ വരുവാണെങ്കിൽ പെണ്ണുങ്ങളെ പോലും മാറ്റി നിർത്തുന്നു. പെണ്ണുങ്ങളെ പോലും മാറ്റി നിർത്തിയിട്ട് എന്തോന്നടേ ഇത്, എന്തോ ഇത്, കൊച്ചുപിള്ളേർ ഇടയിൽ പോലും ഇല്ല ഇതുപോലത്തെ കാട്ടായങ്ങള്. ഇനി ചറപറ എന്നാണ് അനുമോൾ ഒട്ടും വിട്ടു കൊടുത്തിട്ടില്ല. ഒട്ടും അവൾക്ക് പിന്നെ അതിന്റെ പക്വത ഉള്ളതെന്ന് വെക്കാം. പക്ഷെ പക്വതയുള്ള മൂക്കി പല്ലുമുള ചെയ്യാളോ. അടുത്ത പോസ്റ്റ്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷെ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. ശരിയാണ്, അവൾക്ക് 16 ലക്ഷത്തിലധികം വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അത് PR ആണെന്ന് പറയില്ല. 16 ലക്ഷം ഒന്നും ഒരാൾക്ക് PR എടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് എത്ര രൂപ വെച്ച് കൊടുക്കണം? അപ്പൊ 16 പേർക്ക് 1 രൂപ വെച്ച് കൊടുത്താൽ മതിയോ? 1 രൂപ ഒന്നും അല്ലല്ലോ. അപ്പൊ അതൊക്കെ നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ്, ബിഫോർ ബിഗ് ബോസ് ഉള്ളപ്പോൾ തന്നെ അനുമോക്ക് നല്ല ഫാൻ ബേസ് ഉള്ളതാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ടമാർപാട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്കറിയാലോ, അതിലൂടെ അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്. കോമഡി സ്റ്റാർസ്, അതുപോലെ അവൾ കുറെ അധികം സീരിയലും കാര്യങ്ങളൊക്കെ നിന്നതാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവള് പരിശ്രമിച്ചു, ജനങ്ങൾ അവളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവൾക്ക് വോട്ട് കിട്ടി, അവള് ടൈറ്റർ വിന്നറായി. അതിലെ ഈ കുത്തിത്തിരിപ്പുകളാണ് അവൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി വന്നത്. അടുത്തത്, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി, ട്രോഫി, കാർ, പ്രൈസ്, മണി, അതിലും വലിയത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എന്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി ഞാൻ മുന്നോട്ട് പോയി, ചിലർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. അപ്പൊ ഇത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, PR ആണ്, PR-ന് ഡെയിലി പൈസ മാസം ഒരു പൈസ കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനീഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരു മറുപടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ്. പിന്നെയുണ്ട് പോസ്റ്റ്. ഈ പോസ്റ്റുകളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ അതിന് തക്കതായിട്ടുള്ള എന്താണ് കോമഡി, കളിയാക്കുന്ന രീതിയിലുള്ള ബീജിയം കുത്തിക്കെട്ടിയിട്ടുണ്ട് അനുമോള്. അടുത്തതാണ് ലാസ്റ്റ് ഒന്നും അല്ല, പോയി പണി നോക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവളെ അത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് 1-2 പോസ്റ്റ് ഇട്ടിട്ട് അനുമോക്ക് അത് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പും കുറച്ചിങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം മെച്യൂരിറ്റി ഇല്ല. ഒന്നാമത്തെ കാര്യം, അനുമോക്ക് മെച്യൂരിറ്റി കുറവുണ്ട് എന്ന് നമുക്ക് അതിനകത്ത് തന്നെ വ്യക്തമായതാണ്. ഇതിൽ ചില കാര്യങ്ങൾക്ക് അവർക്ക് കുഴപ്പമില്ല, ഒരു ബേസിക് കുല സ്ത്രീ ആണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും പക്ഷെ മൂക്കി പല്ല് മുളച്ചിട്ടിരിക്കുന്ന ഈ അനീഷിന് എന്തിന്റെ കേടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പുള്ളിയും വിട്ടുകൊടുത്തില്ല. പുള്ളിയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സൈഡിൽ വെക്കാം, പുള്ളിയും അനുമോൾ PR കൊടുത്തിട്ടാണ് ജയിച്ചത് എന്നുള്ള തരത്തിന് പുള്ളിയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കച്ചറ പറയും. 1-ാം ക്ലാസ്സിലെ 1-ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളിക്കുന്നത്, 1-ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കാറില്ല. അപ്പം ഇതൊരു ക്വാളിറ്റി ഇല്ലാതായിപ്പോയി. ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. എങ്ങനെ പെരുമാറണം, ഇൻമെച്യൂരിറ്റിയാണ് ഇവിടെ എക്സ്പോസ് ആക്കി കാണിക്കുന്നത്. പക്ഷെ അതുപോലെ എനിക്ക് എക്സ്പോസ് ഒന്നും കൂടി ആയിട്ടുണ്ട് നമ്മുടെ അനീഷിന്റെ ഈഗോ എങ്ങനെ വർക്കാവുന്നു നന്നായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇവരുടെ ഈ ഓൺലൈൻ ഈ ഇൻസ്റ്റയിലുള്ള അടി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഇവരുടെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് തോന്നിയ വിഷയങ്ങളെല്ലാം കൂടെ വെച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.